നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. പൊന്നൊരുക്കുന്നിടത്ത് മിനിക്കെന്ത് കാര്യമെന്ന് ചോദിക്കരുത്. കുറച്ചു കാലമായി പൊന്നൊരുക്കുന്ന ഇടത്തും ഇരുമ്പ് പണിയുന്ന ആലയിലും ഉൾപ്പെടെ എവിടെ നോക്കിയാലും ആശമാരുടെ പേരും പറഞ്ഞ് മിനിയെ കാണാം. മിനിയെ ആരും മറന്നു കാണാൻ സാധ്യതയില്ല. സെക്രട്ടേറിയറ്റ് പടിക്കൽ കഴിഞ്ഞ 3-4 മാസമായി പാവപ്പെട്ട കുറച്ചു സ്ത്രീ തൊഴിലാളികളെയും പറഞ്ഞു പറ്റിച്ചു പിടിച്ചിരുത്തി സ്വന്തം അക്കൗണ്ടിലെ ബാലൻസ് കൂട്ടാൻ മുൻനിരയിൽ നിൽക്കുന്ന അതേ മിനി തന്നെ. ആശാവർക്കർമാരുടെ നിലമ്പൂരിലെ പ്രചരണത്തിൽ പ്രതികരണവുമായി മിനി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും ആശമാർക്ക് അപമാനിച്ചവർക്ക് വോട്ടില്ല എന്നതാണ് മുദ്രാവാക്യം. മിനിയും കൂട്ടരുടെയും നാടകം ഇനി നിലമ്പൂരിലാണ് കാണാൻ പോകുന്നത്. വലത് BJP രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇടത് സർക്കാരിനെതിരെ പ്രയോഗിക്കാവുന്ന ഏറ്റവും നല്ല ആയുധമാണ് ആശാ തൊഴിലാളികൾ. ആ ആയുധം ഇറക്കിയാൽ മാത്രമേ നിലമ്പൂരിലെ സ്ത്രീകളുടെ ഹൃദയം കൃത്യമായി കവരാൻ കഴിയൂ എന്ന് ഉറപ്പുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇനിയിപ്പോൾ ആശമാർ എന്ന ചീട്ടു തന്നെ ഇറക്കി നിലമ്പൂരിൽ കളിക്കും. ഒരു തരത്തിൽ ആകെ ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു ആശമാർ. ഇനിയിപ്പോൾ തുടർച്ചയായി വീണ്ടും പലയിടങ്ങളിലും മുഖം കാണിക്കാനും കുറച്ചുനാളായി പോയ പ്രചാരം വീണ്ടെടുക്കാനും ആശമാർക്ക് സാധിക്കും. അക്കൗണ്ടിലേക്കുള്ള പണത്തിന്റെ കുത്തൊഴുക്കൊക്കെ കഴിഞ്ഞ ആശമാർക്ക് വീണ്ടും ഡിമാൻഡ് വരുന്നതോടെ നേതാക്കന്മാരുടെ ഓരോരുത്തരുടെയും പ്രചരണത്തിന് കണക്കു പറഞ്ഞും വിലപേശിയും പണം വാങ്ങാനുള്ള വഴികളും മിനിക്കും കൂട്ടർക്കും തുറന്നു കിട്ടും. രാജയോഗം ശരിക്കും മിനിയും സദാനന്ദനും ഉൾപ്പെടുന്ന ആശാ സമരത്തിന്റെ മുൻനിര നേതാക്കന്മാർക്കാണ്. ഹൃദയമുള്ള എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്നാണ് മിനിയുടെ പ്രതീക്ഷ. പ്രകടനത്തിൽ പങ്കെടുക്കാനുള്ള ആശമാരെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുവെന്നും മിനി മാധ്യമങ്ങളോട് പറഞ്ഞു. ആരാണ് ഭീഷണിപ്പെടുത്തുന്നത് എന്നൊന്നുമില്ല എങ്കിലും ഭീഷണിയും ജാതിക്കാടും ഒക്കെയാണല്ലോ പലരുടെയും ജയിക്കാനുള്ള പുതിയ ചീട്ടുകൾ. സർക്കാരിനെതിരെ സമരം ബാധിക്കുന്നില്ല എങ്കിൽ ഭീഷണിപ്പെടുത്തൽ നിർത്തണമെന്നും ആശാവർക്കർമാരെ മാത്രം തെളിവിലിരുത്തുന്നത് ശരിയല്ല എന്നുമാണ് മിനി പറയുന്നത്. ആശമാർ എന്നും പറഞ്ഞ് സമരത്തിനിറങ്ങി പുറപ്പെട്ടവരെ സമരത്തിന് തെരുവിൽ നിർത്തുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ തെരുവിലിരുത്തിയത് ആരാണെന്ന കാര്യം കൂടി സത്യസന്ധമായി തുറന്നു പറയാനുള്ള ആർജവം ഇനിയെങ്കിലും ആശമാർ കാണിക്കണം. പക്ഷേ അപ്പോൾ പെട്ടുപോകുന്നത് കോൺഗ്രസുകാരാണോ BJPക്കാരോ ആണോ എന്നതും കണ്ടറിയണം. പക്ഷേ വരുമാനം മുട്ടുമെന്നുള്ളത് കൊണ്ട് ആശമാർ അതിന് തയ്യാറാവുകയുമില്ല. സമരം ചെയ്യുന്നവരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നതെന്നും പരമാവധി വീടുകൾ കയറി ഇറങ്ങുമെന്നും മിനി പറഞ്ഞു. അങ്ങനെ കോൺഗ്രസുകാർക്ക് ചുളുവിന് വീടാന്തരം കയറി ഇറങ്ങി വോട്ട് പിടിക്കാൻ ആളെ കിട്ടിയെന്ന് സാരം. മിനി ഉൾപ്പെടെയുള്ളവർ കുറെ മാസങ്ങളായി യാതൊരു പണിയുമില്ലാതെ ശരീരമനങ്ങാതെ കൂലി വാങ്ങുന്നത് കൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് നടക്കുന്നതൊക്കെ നല്ലതാണ് എന്നാണ് പൊതുജന അഭിപ്രായം. സർക്കാരിനെ അനുകൂലിക്കാത്തവർ പോലും ആശമാരുടെ പ്രവർത്തികൾക്ക് അന്നു മുതൽ ഇന്നു വരെ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സ്ത്രീ സേവക പ്രവർത്തകർ ആയിരുന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിനോട് ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ പ്രായം ഉയർത്തുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കി നൽകുക, പെൻഷൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയത്. വൻപിച്ച ജനസ്വീകാര്യത ആദ്യം കിട്ടിയെങ്കിലും പിന്നീട് കള്ളക്കളി ബോധ്യമായ പൊതുജനം പോലും അവർക്കെതിരെ തിരിഞ്ഞു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാപ്പകൽ കാൽനട ജാഥ സംഘടിപ്പിച്ചുകൊണ്ട് പിണറായി സർക്കാരിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുകയാണ് ഒടുവിൽ ആശമാർ. എന്നാൽ തുടരെ കേരള രാഷ്ട്രീയത്തിൽ വന്ന വലിയ പ്രത്യാഘാതങ്ങൾ ആശമാരെ എല്ലാവരും മറക്കുന്നതിലേക്കും മാധ്യമ ശ്രദ്ധ പോലും കിട്ടാതെ ആകുന്നതിലേക്കും മാറ്റി. അതിനിടയിലാണ് വീണ്ടും ആശമാർക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വഴി ലോട്ടറി അടിച്ചിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് 7 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സർക്കാരിനെതിരെ പ്രചരണവുമായി സമരം നടത്തുന്ന ആശാവർക്കേഴ്സ് ഇന്ന് മണ്ഡലത്തിലെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചന്തക്കുന്നിൽ നിന്ന് നിലമ്പൂർ ടൗണിലേക്ക് പ്രകടനം നടത്തുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. മുന്നണികളുടെ പ്രധാന നേതാക്കളെല്ലാം നിലവിൽ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആര്യാടൻ ഷൗക്കത്തിനായി വോട്ട് ചോദിച്ച് മണ്ഡലത്തിലെത്തി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ നിലവിൽ മണ്ഡലത്തിലുണ്ട്. UDF-നുള്ള വെൽഫെയർ പാർട്ടി പിന്തുണ, LDF-നുള്ള PDP പിന്തുണ എന്നിവ പരസ്പരം കടുത്ത പ്രചരണായുധമാക്കുകയാണ് മുന്നണികൾ. അതേസമയം നിലമ്പൂരിൽ പ്രചരണ വിഷയങ്ങൾ അനുദിനം മാറുകയാണ്. വികസനം, അഴിമതി, വന്യജീവി ആക്രമണം എന്നിവയായിരുന്നു പ്രചരണ തുടക്കം. ഇപ്പോൾ അത് ആശമാരിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ഇവ പിന്നീട് പന്നിക്കണിയിൽ തുടങ്ങി 15-കാരന്റെ മരണം, ജമാഅത്തെ ഇസ്ലാമി UDF-നും PDP LDF-നും പിന്തുണ പ്രഖ്യാപിച്ചത് എന്നിവയിലേക്കും വഴിമാറി. ഇപ്പോഴിതാ കപ്പൽ അപകട വിഷയവും മണ്ഡലത്തിൽ സജീവമായിരിക്കുന്നു. ഇന്ന് ആശമാർ എത്തുന്നതോടെ ഇനി വിഷയം ആശമാരുടേതാകും.
കുടുംബയോഗങ്ങളാണ് മുന്നണികളുടെ പ്രചരണോപാധി. അയൽപക്കത്തുള്ളവരെ ഒന്നിച്ചിരുത്തി വിശദീകരണത്തിന് അഖിലേന്ത്യാ നേതാക്കൾ മുതൽ മന്ത്രിമാർ വരെയുണ്ട്. കരുളായി പഞ്ചായത്തിലെ അമ്പലക്കുന്ന് വാർഡിലെ UDF കുടുംബയോഗത്തിൽ പ്രസംഗിക്കാനെത്തിയത് കെ മുരളീധരൻ നേരിട്ടാണ്. സർക്കാരിനെയും ഇടതുമുന്നണിയെയും കടന്നാക്രമിച്ച് തുടക്കം കുറിച്ചു. വന്യജീവി ശല്യം വ്യാപകമായ കരുളായിൽ ജനവികാരം അറിഞ്ഞാണ് പ്രസംഗം നടത്തിയത്. ആശമാരെ രംഗത്തിറക്കിയാൽ നിലമ്പൂർ കോൺഗ്രസിന്റെ കൂടെ പോരുമോ, BJPയുടെ കൂടെ പോരുമോ, അതോ ഇടതുപക്ഷത്തിനൊപ്പം തന്നെ നിൽക്കുമോ എന്ന കാര്യം ഇനി കണ്ടറിയാം.